കേരളത്തിലെ NCP ഘടകം ഛിന്ന ഭിന്നമാകുന്നു എന്നുള്ളത് വ്യക്തമാണ്. PC ചാക്കോ NCP അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. നിലവിൽ പിണറായി വിജയനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വലിയ തോതിൽ NCPയിൽ ഒരു ഉമ്മത്തി പോലെ കത്തിപ്പടരുകയായിരുന്നു. NCPയിൽ മന്ത്രിയെ മാറ്റണം എന്നുള്ള ആവശ്യം ശക്തമായിരുന്നു. AK ശശീന്ദ്രന് പകരം കുട്ടനാട് MLA ആയ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാത്തതിൽ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ച PC ചാക്കോ രംഗത്ത് വന്നിരുന്നു. ഒടുവിൽ ഇളിഭ്യനാകേണ്ടി വരുന്നതിൻ്റെ എല്ലാ നാണക്കേടും ഉൾക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസ്ഥാന പദവി രാജിവെക്കുന്നത്. ഇതോടുകൂടി NCP 4 കഷ്ണമായി പിളർന്നിരിക്കുകയാണ്. AK ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസ്ഥാനമാണ്, പാർട്ടിയല്ല വലുത് എന്നുള്ളത് തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് കൈവന്ന സൗഭാഗ്യങ്ങളൊന്നും തട്ടിത്തെറിപ്പിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കി. നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ കൂടെയാകുന്ന NCPയിൽ പാലായിൽ KM മാണിയോട് നിരവധി തവണ ഏറ്റുമുട്ടി പരാജയപ്പെട്ട വ്യക്തിയാണ് മാണി സി കാപ്പൻ. ആ മാണി സി കാപ്പന് സീറ്റ് നൽകാതെ പിണറായി കാണിച്ച രാഷ്ട്രീയ വഞ്ചന കേരളത്തിലെ ആളുകൾ അങ്ങനെ ഇങ്ങനെയൊന്നും മറക്കാൻ സാധ്യതയില്ല. എന്നാൽ മാണി സി കാപ്പൻ 16,000-ഓളം വോട്ടുകൾക്ക് പാലായിൽ ജോസ് കെ മാണിയെ തകർത്തെറിഞ്ഞുകൊണ്ട് MLA ആയി. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചത്. ഇപ്പോഴത്തെ NCP പിളർന്നിരിക്കുന്നു. തോമസ് കെ തോമസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇടതുപക്ഷവുമായി ഇനി യാതൊരു സഹകരണവും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. തോമസ് കെ തോമസ് UDFിൻ്റെ ഭാഗമാകും എന്നുള്ളത് വ്യക്തം. ശശീന്ദ്രൻ മാത്രമാണ് LDFിൻ്റെ ഭാഗമായി നിൽക്കുന്നത്. ശശീന്ദ്രൻ അങ്ങനെ ചെയ്യുന്നതിന് കാരണമാകുന്നത് മന്ത്രിസ്ഥാനം ഒന്നുകൊണ്ട് മാത്രമാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം, ഇനിയുള്ള കാലത്ത് അദ്ദേഹം ഏലത്തൂരിൽ നിന്നും ജയിച്ച് മന്ത്രിയാകാൻ കഴിയില്ല. കാരണം LDF ഇനി അധികാരത്തിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്, ആ ഒരു കാര്യം മനസ്സിലാക്കി തന്നെയാണ് ഇനി പരമാവധി 1 കൊല്ലം കൂടി ആ മന്ത്രി പദവി ആസ്വദിച്ച് സുഖിച്ച് ജീവിക്കുക എന്നുള്ളതാണ് AK ശശീന്ദ്രൻ്റെ ശേഷിച്ച ജീവിതാഭിലാഷം. അത് നടത്തിയെടുക്കുന്നതിൽ തടയിടാൻ ശ്രമിക്കുന്നത് PC ചാക്കോയല്ല, ആര് തന്നെ ആയിരുന്നാലും അവരെ അംഗീകരിക്കാനോ അവരുമായി സൗഹൃദം പങ്കുവയ്ക്കാനോ താല്പര്യപ്പെടുന്നില്ല താൻ എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് AK ശശീന്ദ്രൻ. NCPയിലെ ഈ രാജിയോടുകൂടി പാർട്ടിയുടെ കേരള ഘടകം ഛിന്ന ഭിന്നമാവുകയാണ്. ഒരിക്കലും കേരളത്തിലെ NCPക്ക് MLAമാർ ഉണ്ടാകുമോ എന്നുള്ള കാര്യം പോലും സംശയത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, LDFുമായി സഹകരിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് NCPക്ക് ഒരു വലിയ നേട്ടം നേടിയത് എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്നാൽ തോമസ് കെ തോമസിന് കുട്ടനാട്ടിലുള്ള സ്വീകാര്യത UDF പാളയത്തിലെത്തിയാലും വലിയ രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അത് തന്നെയാണ് അദ്ദേഹത്തിന് UDFിൽ എത്തിക്കുന്നത്.